കമാൽ വരുന്നു ടെലിഫോൺ ലൈൻ ചേരുകയാണ്. കമാൽ, ഇപ്പോൾ അദ്ദേഹം പഴി പറയുന്ന മാധ്യമങ്ങളെയാണ്. നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ ഈ മത്സരം മാറ്റിയത്. അദ്ദേഹം തന്നെയല്ലേ എല്ലാ അനുമതിയും ഉണ്ട് എന്ന് പറഞ്ഞതും, ഓസ്ട്രേലിയയും റെഡിയാണ്, അർജന്റീനയും റെഡിയാണ് കേരളത്തിൽ കളിക്കാൻ എന്ന് പറഞ്ഞതും. ഇപ്പോൾ അദ്ദേഹം പറയുന്നതിനെ എങ്ങനെ കാണുന്നു? മഞ്ജുഷ, ഇത് ചിരിക്കാൻ വക നൽകുന്ന കാര്യമല്ലാതെ മറ്റൊന്നുമല്ല. കാരണം മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ എന്താണ് പഴിച്ചത്? മാധ്യമങ്ങളാണോ മെസ്സിയെ ക്ഷണിച്ചതോ, അല്ലെങ്കിൽ മെസ്സി വരുന്നില്ല, അല്ലെങ്കിൽ മെസ്സിക്ക് ബ്ലോക്ക് ഇട്ടത്? അതായത് ഇടക്കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളാണ്, മന്ത്രിയും പറയുന്നത് കേട്ടു, മാധ്യമങ്ങളാണ് പ്രശ്നമുണ്ടാക്കുന്നത്, ഈ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് മെയിൽ അയക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെയാണ് മഞ്ജുഷ്. ഇത് 100% ഫ്രോഡ് കേസാണിത്. അത് ഒരു തരത്തിലും ഒഫീഷ്യൽ അല്ലാതെ പോയ ഒരു സംഭവമാണ്. അതാണ് ഞാൻ നേരത്തെയുള്ള നമ്മുടെ സംസാരത്തിൽ പറഞ്ഞത്. കാരണം ഇത് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയില്ല, നമ്മുടെ കായിക വകുപ്പ് അറിയില്ല, കേന്ദ്ര കായിക വകുപ്പ് അറിയില്ല, ആരും അറിയാതെ നമ്മളിങ്ങനെ പോയിട്ട് കുറച്ച്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ പറയുന്നു, എന്റെ ഒരു അറിവിൽ ഞാൻ പറയുന്നു, എപ്പോഴാണ് നെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത്? ഇപ്പൊ നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് വേൾഡ് കപ്പ് ഇയർ ആണ്. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ട് വേൾഡ് കപ്പ് നടക്കുന്ന ഒരു സമയത്ത് എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ ഷെഡ്യൂൾ മാത്രം, മെസ്സിയുടെ ഷെഡ്യൂൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ മേജർ സോക്കർ ലീഗിൽ അവർക്ക് നിർണായകമായ മാച്ചസ് ഒക്കെ വരികയാണ് ഇന്റർ മിയാമിക്കായിട്ട്. പിന്നീട് വേൾഡ് കപ്പിലേക്ക് അവർ കടക്കുകയാണ്. ആ ഒരു വിൻഡോ നമ്മൾ നോക്കുകയേ വേണ്ട എന്നുള്ളത്. അത് മാത്രമല്ലല്ലോ, മാർച്ചിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. കാരണം ഇപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും യൂറോപ്യൻ ചാമ്പ്യന്മാരുമായുള്ള മത്സരം അത് വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ 2026 ആ വർഷമാണ്. കുറേയേറെ വർഷങ്ങൾ നടക്കാതിരുന്നിട്ട് പിന്നെ 2022 നടന്നിരുന്നു. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ അർജന്റീനയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടേണ്ടത് മാർച്ചിലാണ്. അതേക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. അത് ഉറപ്പിച്ചിട്ടില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്പെയിൻ അർജന്റീന മത്സരം നടക്കും മാർച്ചിൽ. അപ്പോൾ ആ സമയത്തൊരു ഫ്രണ്ട്ലിക്കുള്ള സാധ്യതയുണ്ടോ? അതായത് പിന്നെ മഞ്ജുഷ്, ആ മാച്ചിനെ കുറിച്ച് ഇപ്പൊ ലമീൻ യമാൽ എന്ന് പറയുന്ന സ്പാനിഷ് താരം, അദ്ദേഹമാണ് സ്പാനിഷ് ഫുട്ബോളിലെ നിലവിലെ സൂപ്പർ താരം. അതായത് മെസ്സിയെ കണ്ടു വളർന്ന, അപ്പം മെസ്സി വേഴ്സസ് യമാൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ ലോകം ആഘോഷിക്കുന്ന ഒരു മാച്ചായിട്ട് അത് മാറുകയാണ്. അതിപ്പോൾ കൺഫേംഡ് അല്ല. എന്തായാലും ഈ വേൾഡ് കപ്പ് ഇയർ തന്നെ അത് നടത്തും എന്നൊക്കെ യുഎഫ പറയുന്നുണ്ട്. പ്ലസ് ഫിഫയും ഏകദേശം ആ ധാരണയിലേക്ക് സംസാരിക്കുന്നുണ്ട്. അത് മാർച്ചോ അല്ലെങ്കിൽ അത് എപ്പോഴാണ് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടില്ല. പക്ഷേ മാർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജൂൺ ജൂലൈ നടക്കുകയാണെങ്കിൽ മാർച്ചിലെന്നാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ അങ്ങനെയാണ്. നടക്കുകയാണെങ്കിൽ അത് മാർച്ചിലുണ്ടാവും സ്പെയിൻ അർജന്റീന. അതെ 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 അതെ. അപ്പൊ കഴിഞ്ഞ തവണ അത് നടന്നതാണ്. നമ്മൾ അതായത് അതായത് വേൾഡ് കപ്പ് വിന്നേഴ്സും ലാറ്റിൻ അമേരിക്കൻ വിന്നേഴ്സും യൂറോ വിന്നേഴ്സും തമ്മിലുള്ള മാച്ച്. പക്ഷേ ഈ മാർച്ചിലേക്ക് നോക്കുമ്പോൾ, അതായത് നമുക്ക് ഈ വലിയൊരു തടസ്സമായിട്ട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരു സ്റ്റേഡിയത്തെ കുറിച്ചാണ്. നമുക്കറിയില്ലേ മഞ്ജുഷൻ, വളരെ നേരത്തെ നമുക്കറിയില്ല, നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം ഇല്ല, നല്ല വേൾഡ് സ്റ്റാൻഡേർഡിലുള്ള ഫിഫ അപ്രൂവ്ഡ് ആയിട്ടൊരു സ്റ്റേഡിയം നമുക്കില്ല എന്നുള്ള കാര്യം മന്ത്രിക്കറിയാം, ആൻഡ്രോ എന്ന് പറയുന്ന മുതലാളിക്കറിയില്ലേ? ഇതൊന്നും അറിയാതെയാണ് അവർ പോയിട്ട് അങ്ങോട്ട് ക്ഷണിക്കുന്നത്. ഒന്ന്. രണ്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഫോർമാറ്റ്, നമ്മളിപ്പം ഞാൻ മഞ്ജുഷിനെ ക്ഷണിക്കുമ്പോൾ, നമ്മൾ ഒരു പരിപാടിക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ എന്റെ ഒരു വ്യക്തിപരമായ കാര്യത്തിനാണെങ്കിൽ ഞാൻ മഞ്ജുഷിനെ ക്ഷണിക്കും. പക്ഷെ ഞാൻ ഒരു സ്ഥാപനത്തെ പ്രതിനിധീകരിച്ചോ ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ചോ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ഒഫീഷ്യലി ഒരു ഫോർമാറ്റ് അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അർജന്റീനിയൻ ഫുട്ബോളിനെ അല്ലെങ്കിൽ ആ ഫുട്ബോൾ ടീമിനെ നമ്മുടെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നത് കേരളം എന്ന ഒരു സ്റ്റേറ്റിലെ ഒരു ഒരു സ്വകാര്യ വ്യക്തിയല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മന്ത്രിയല്ല, മറിച്ച് അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ഫിഫ ഫോർമാറ്റ് ഉണ്ട് അതിന്. ഇതൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, മാധ്യമങ്ങൾ, അതായത് അർജന്റീനിയൻ മാധ്യമങ്ങൾക്ക് അറിയുമോ ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ അറിയുമോ? അല്ലെങ്കിൽ അർജന്റീന, അതായത് ആ രാജ്യത്തെ ആളുകൾക്ക് അറിയുമോ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് വെറുതെ ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം എല്ലാവരും കൈവിട്ട ഒരവസ്ഥയിൽ വെറുതെ കുറെ മാത്രം ഇത് ചിരിച്ചു കളയേണ്ട ഒരു കാര്യം കൂടി അല്ലല്ലോ. കാരണം ഒരു സ്റ്റേഡിയം ഒരു സ്പോൺസർക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിന്റെ കയ്യിലാണ് അല്ലേ രാജ്യാന്തര സ്റ്റേഡിയം? അത് GCDയെ കൈമാറിയിട്ടുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ആൻഡോ അഗസ്റ്റിന്റെ കയ്യിലാണ്. ആൻഡോയ്ക്ക് തോന്നും പോലെ അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. ഇതേക്കുറിച്ച് ഒരു വിവരവും സർക്കാർ പുറത്തുവിടുന്നില്ല എന്നാണ്. ഇതിപ്പോൾ ഒഫീഷ്യലായിട്ടാണ്, അതിൽ മറ്റ് സംശയിക്കേണ്ട കാര്യമില്ല, സുതാര്യമാണ്. അങ്ങനെയെങ്കിൽ അത് പറയണം. അല്ലാതെ ഇപ്പോൾ ആൻഡോ പറയുന്നത്, ഇപ്പോൾ ഞാനത് നന്നാക്കുന്നു, ഞാനിവിടെ കസേരകൾ മാറ്റുന്നു, ഇത് വലിയ സ്റ്റേഡിയമായിട്ട് വികസിപ്പിച്ചെടുക്കുന്നു, ഈ ഞാനാരാണ്? മഞ്ജുഷ, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന GCDയുടെ ഒരു സ്റ്റേഡിയമാണ് അത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണല്ലോ. ഇപ്പൊ നമ്മൾ ISL മത്സരങ്ങൾ നടക്കുമ്പോഴും മറ്റ് ക്രിക്കറ്റ് മാച്ചുകളൊക്കെ അവിടെ നടന്നപ്പോഴൊക്കെ നമുക്ക്
അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ധാരണയുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഒരു സ്റ്റേഡിയം ഉണ്ട്, കോർപ്പറേഷൻ സ്റ്റേഡിയം. അത് ഇപ്പോൾ താൽക്കാലികമായിട്ട് അത് ഗോകുലം കേരള FC കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത് മാറിയിട്ട് കേരള സൂപ്പർ ലീഗ് അത് താൽക്കാലികമായിട്ട് പിന്നെ അതത് മത്സരങ്ങളുടെ ഭാഗമായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇവിടെ ആരും അത്തരത്തിലുള്ള ഒരു വാദം ഉന്നയിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരു വാദം, അതാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ 70 കോടി എന്നുള്ള പറഞ്ഞിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ സ്വത്ത് പോലെയാണ് ഈ സ്റ്റേഡിയത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഞാനതാണ് നേരത്തെ പറഞ്ഞത് മഞ്ജുഷ്, നമുക്കൊരു കായിക മന്ത്രിയുണ്ട്, അല്ലെങ്കിൽ ഒരു കായിക വകുപ്പ് കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം കൊച്ചിൻ കോർപ്പറേഷൻ ഉണ്ട്, കൊച്ചിൻ ഗ്രേറ്റർ ഡെവലപ്മെന്റ് അതോറിറ്റി, ഇവരൊക്കെ അവിടെ ഇല്ല. ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടല്ലോ. അവരാണല്ലോ ഓണേഴ്സ് എന്ന് പറയുന്നത്. അവരാണല്ലോ ഇക്കാര്യത്തിലൊക്കെ ഔദ്യോഗികമായിട്ട് സംസാരിക്കേണ്ടത്. അവരൊന്നും സംസാരിക്കാതെ ഒരു സ്വകാര്യ വ്യക്തിയാണ് 70 കോടി എന്നാണ് പറയുന്നത്. 70 കോടിക്കാണ് അത് നവീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാർച്ച് ആകുമ്പോഴേക്കും നവീകരണം പൂർത്തിയോ ഫിഫ സ്റ്റാൻഡേർഡിലേക്ക് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഫിഫ സ്റ്റാൻഡേർഡ് എന്ന് അദ്ദേഹത്തിന് അറിയുമോ എന്നുള്ള കാര്യം പോലും എനിക്ക് സംശയമാണ്. ശരി, നന്ദി ശ്രീ കമാൽ വരദൂർ. ഇപ്പോൾ